ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ റിയൽ ലൈഫായിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്നും എൻ്റെ റിയൽ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ള ഇല്ല, ഉച്ച വരെയുള്ള വീഡിയോസാണ് ഉള്ളത്. ചില വീഡിയോകളിലൊക്കെ ഈവനിങ് വരെയുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ ഉണ്ടായ കുരുമുളകും ജാതിയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് കുരുമുളകും ജാതിയൊക്കെ കിട്ടും. ഞങ്ങളിവിടെ യൂസ് ചെയ്യാറാണ്, സെയിൽ ചെയ്യാറൊന്നുമില്ല. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഫ്രഷ് കുരുമുളകാണ് ഉണ്ടെങ്കിൽ ഞാൻ സെയിൽ ചെയ്യാവുന്നതാണ്. അത്യാവശ്യത്തിൽ അധികം ഞങ്ങളിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചേച്ചി മോർണിംഗ് തന്നെ എത്തിയിട്ടുണ്ട്. ലഞ്ചിനുള്ളതും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുക. ഒരു ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ലഞ്ചും ആക്കും. അപ്പോൾ ആൾ വീട്ടിൽ വന്നാൽ ഫസ്റ്റ് തന്നെ ചോറ് വെക്കാനുള്ളതൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് മുറ്റടിക്കാൻ പോകും. പിന്നെ ഇക്ക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഇക്ക ഇതേപോലെ നമ്മളെ പുട്ട്, പത്തിരി, ദോശ അതൊന്നും കഴിക്കില്ല. ഇക്ക കഴിക്കുക 2 കോഴിമുട്ട പുഴുങ്ങിയതും ഫ്രൂട്ട്സ്, പിന്നെ പഴം ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ പഴം കഴിക്കും, ഒക്കെയാണ് കഴിക്കാറ്. പിന്നെ ഒരു 1/4 ഗ്ലാസ് കോഫിയും കുടിക്കും. ഒരു കടുപ്പത്തിൽ പാലില്ലാത്ത കോഫിയും കുടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ദോശയും ചട്നിയും പിന്നെ നല്ല മത്തിമുളകിട്ടതുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മത്തിമുളകിട്ടതും. അതേപോലെ ചായയുടെ കടിയിലേക്കൊക്കെ കഴിക്കാൻ, പുട്ടിലേക്ക്, പത്തിരിയിലേക്ക്, ദോശ, വെള്ളപ്പം, എന്ത് കടിയാണെങ്കിലും അതിലേക്ക് മത്തിമുളകിട്ടതോ, ഇനി മത്തി തന്നെ ആവുന്നില്ല, എല്ലാ കറിയും എല്ലാ മീനും ഇങ്ങനത്തെ മുളകിട്ടതാണെങ്കിലും തേങ്ങാപ്പാൽ വറ്റിച്ച് വെച്ചതാണെങ്കിലും കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതിന് പിന്നെ കടിയിലേക്ക് ഇന്ന കറിയെ കൂട്ടുള്ളൂ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അത് ഞങ്ങൾ മാത്രമല്ല, ഇവിടെ മക്കളും ഇക്കയും ഉമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചേച്ചിക്കൊരു പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പീസ് കൊടുത്തു. കഴിച്ച് നോക്കി ചേച്ചി, ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നൊരു പീസ് തന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. കാരണം 2-3 തരം ഫ്രൂട്ട്സ് ഉണ്ടാവും. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കണം ഇക്കാക്ക്. പിന്നെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തന്നു കേട്ടോ. ഞാൻ ദോശ, ചട്നിയൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ചട്നിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചമ്മന്തിയുടെ ഒക്കെ. അപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനിൽ മീനുള്ളത് ചൂടയുണ്ട് ഇതിൽ, പിന്നെന്താ വേളൂരിയോ അങ്ങനെ എന്തോ ഒരു മീനോ, 2 മീനും കൂടി മിക്സ് ആയിട്ടുള്ള മീനാണ്. ഇക്ക ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ചേച്ചി അത് എനിക്ക് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതിലേക്കുള്ള ഐറ്റംസൊക്കെ എടുത്ത് പോവാണ് നന്നാക്കാനുള്ള. അപ്പോൾ ഇവിടെ ഒരു ആൾക്കാർ 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ കൂട്ടിക്കയറ്റിയാലാണ് ചേച്ചിക്ക് പുറത്തിരുന്നിട്ട് മീൻ നന്നാക്കാൻ പറ്റും. മീൻ നന്നാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ ഒന്ന് ഇയാളും ഒന്ന് ഇവിടുത്തെ മൂത്ത വ്യക്തിയാണ്. അപ്പോൾ അത് കാറ്റാണ്, ബബ്ബു. ഇവർ 2 പേരും കൂട്ടിൽ അടച്ചിട്ടാൽ മാത്രമേ സമാധാനത്തിൽ ചേച്ചിക്ക് മീൻ നന്നാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മീൻ നന്നാക്കുമ്പോൾ ഞങ്ങളൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ തലയും ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാറ്റിന്. അപ്പോൾ ഇയാൾ വലിയ പ്രശ്നക്കാരല്ല. ഇയാളിങ്ങനെ ഒരു വടിയൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സൈലൻ്റായിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളും. എന്നിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് കുറേശ്ശെ വന്ന് കഴിച്ചോളൂ കേട്ടോ. വലിയ കുഴപ്പമില്ല. ഈ കൂടിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അയാൾ കുറച്ച് പ്രശ്നക്കാരാണ്. അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് തലെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ആൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. എന്നിട്ട് വന്നിട്ട് മുട്ട ദോശ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോറുള്ള അരി തിളച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി വെക്കാനായിട്ടുള്ള തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മുളകും പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മാങ്ങ വേണം, അത് നന്നായി തൊലിയൊക്കെ ചെത്തി അതും ഇട്ട് കൊടുക്കണം.
അപ്പോൾ എല്ലാം ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് തിരുമ്പി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കണം. അപ്പോൾ മീനിന്നൊരു പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ കായം പരട്ടാനുള്ള വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കറിക്ക് വയ്ക്കാനുള്ളത്. അതിനിടയിൽ അതൊക്കെ കലക്കി അവിടെ സ്റ്റൗ വെച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദോശയും ചട്നിയും ചാളക്കറിയുമാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ചോറ് വെന്തോ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ആയിട്ടില്ല, ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ അടുത്തും പറഞ്ഞു ചോറ് വെന്തിട്ടില്ല, ഒന്നും കൂടി ഉണ്ട്, വേവാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. ചേച്ചി തീ കത്തുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ കത്തുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിലിടയിലേക്ക് വന്നിട്ട് പറഞ്ഞു എൻ്റെ പാൻറ്റൊന്ന് അയൺ ചെയ്ത് തരണം. അപ്പോൾ അതിന് നിന്നു. അപ്പോൾ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പോയതിന് ശേഷം ആട്ടോ പിന്നെ ബാക്കി പണികൾക്കൊക്കെ ഞാൻ നിന്നത്. പിന്നെ പോയതിന് ശേഷം പണി നടക്കുകയുള്ളൂ. അപ്പോൾ തേക്കുന്നതിൻ്റെ മുന്നേ ഞാനതൊക്കെ ഒന്ന് കോട്ടൻ്റെ പാൻറ്റൊക്കെ ഒന്ന് നന്നായി നനച്ച് കൊടുത്തിട്ടാണ് തേച്ചത്. അപ്പോൾ നല്ല വൃത്തിയും നല്ല സ്റ്റഡിയിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ഫിൽറ്ററിൽ നിന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെ ആൾ പോയതിന് ശേഷമാണ് ഞാൻ എൻ്റെ മറ്റുള്ള പണിക്കൊക്കെ ഇറങ്ങിയത്. അപ്പം ബാക്കി മീൻ കായം പരട്ടാൻ വേണ്ടിയിട്ട് ഫിഷ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളകും പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും വേപ്പിൻ്റെ ഇലയും എണ്ണയും ഒഴിച്ചിട്ട് ഞാൻ മീൻ കായം പരട്ടാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുത്തി പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ അതൊന്ന് വെള്ളം വരുന്നത് വരെ ഉള്ള ടൈം കൊണ്ട് നമുക്കത് കായം പരട്ടി എടുക്കാം. അപ്പോൾ അത് നന്നായി കുഴച്ച് നല്ല എല്ലാ ഭാഗത്തേക്കും നമുക്ക് എരിവും പുളിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി കുഴച്ച് ഇതാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ചെറിയൊരു സംഭവം ഉണ്ടായി. മോൾക്ക് തീരെ നല്ലൊരു പനിയും അതേപോലെ തലകറക്കമൊക്കെ വന്നു. അപ്പോൾ അവളെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഡോക്ടറെ കാണിക്കാൻ. അത് മാത്രമല്ല, ചേച്ചിക്കൊന്ന് കുറച്ച് നേരത്തെ പോകണം. ചേച്ചി ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് ചേച്ചീൻ്റെ. അപ്പോൾ ചേച്ചീനും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ പണികൾ കഴിഞ്ഞല്ലാതെ ചേച്ചിക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി പയർ അരിഞ്ഞ് തരാൻ പറഞ്ഞു, ഞാൻ സബോള അരിയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ വെച്ച് അടുപ്പത്താക്കി വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ കുളിക്കാനും അതേപോലെ മോളെ ഒരുക്കാനൊക്കെ പോയത് ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ അവൾക്ക് തല കറങ്ങിയിട്ട് കിടക്കുന്നതുകൊണ്ട് ഡോക്ടറെ കാണിക്കാതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഉപ്പേരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചേച്ചി അത് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. സവാളയും പച്ചമുളകും വെളുത്തുള്ളി പിന്നെ അതേപോലെ കറിവേപ്പില എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വഴറ്റി കൊടുത്തു. എന്നിട്ട് പയറിട്ട് കൊടുത്തു. എന്നിട്ട് അതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയത്. അപ്പോൾ ഉപ്പേരും കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് ചേച്ചിയോട് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പത്തേനും ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അതും ഫ്രൈ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനും മോളും കൂടിയിട്ട് ഓട്ടോയിൽ പോയി. അപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ ക്ലിനിക്കിലേക്ക്. അപ്പോൾ 15 മിനിറ്റിൻ്റെ ഒക്കെ ദൂരമുള്ളൂ അങ്ങോട്ട് എത്താൻ. അപ്പോൾ അതിനും പോകാനുള്ള വഴികളാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ റോഡ് തന്നെയാണ്. അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോയ ഹോസ്പിറ്റലും ക്ലിനിക്കും കാര്യങ്ങളും ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മോളെ കാണിക്കുന്ന ഒരു ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു ഡോക്ടറെ അടുത്ത് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സമയം ഒരു 20 മിനിറ്റോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. 20 മിനിറ്റിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചു. തിരിച്ചു വന്നപ്പോൾ ചേച്ചി ഇതാ തുടക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ചേച്ചി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് പിന്നെ ചേച്ചീൻ്റെ വീട്ടിലേക്കും പോയി, ഞാൻ കിടന്നുറങ്ങാനും പോയി. അതാണ് ഇന്നത്തെ വ്ളോഗ്.
അപ്പോൾ മോർണിംഗിൽ തൊടിയിൽ നടന്നപ്പോൾ ഒരു പപ്പായ പഴുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. നല്ല അടിപൊളി പപ്പായ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പപ്പായ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ പീസ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കാണിച്ചേ, അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്നിട്ടാട്ടോ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. ബൈ.